എല്ലാവർക്കും നമസ്കാരം. ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവനുസരിച്ചാണ് ബാക്കി എല്ലാ ചേരുവകളും എടുക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് അളന്നെടുത്ത് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ശർക്കര ഉരുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് മധുരത്തിന് ആവശ്യമായ കൂടുതൽ ശർക്കര എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് സ്റ്റവ് ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര പാനി ഒരു നൂല് പാകത്തിനൊന്നും ആയി കിട്ടേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലെ കരടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സാദാ വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളമെല്ലാം ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ചായി ഒഴിച്ച് ഒരുപാട് ലൂസാവാത്ത കുറച്ച് കട്ടിയുള്ളൊരു മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പലഹാരത്തിന് വേണ്ട പ്രധാന ചേരുവകൾ നെയ്യിലൊന്ന് വറുത്തെടുത്ത് ചേർക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചക്കപ്പഴമാണ്. നന്നായി പഴുത്ത് നല്ല മധുരമുള്ള 10 ചക്കച്ചുളകൾ ചെറുതായി മുറിച്ചെടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാം. ചക്കപ്പഴം ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് 3-4 മിനിറ്റ് ഇത് നമുക്ക് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിതിലേക്ക് കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. കൂഴച്ചക്ക ചേർത്ത് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതാവും കൂടുതൽ സ്വാദ്. കൂഴച്ചക്ക കിട്ടിയില്ലെങ്കിൽ വരിക്കച്ചക്ക ചേർത്ത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഏകദേശം 3 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള നന്നായി പഴുത്ത് നല്ല മധുരമുള്ള 2 നേന്ത്രപ്പഴമാണ്. ഈ പഴം നമുക്കിതുപോലെ ചെറുതായി മുറിച്ചെടുത്ത ശേഷം ഈ പാത്രത്തിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ച് ഏകദേശം ഒരു 3-4 മിനിറ്റ് പഴത്തിൻ്റെ കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴത്തിൻ്റെ കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പകുതി പഴം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള പഴത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്തിട്ട് ഈ പഴവും തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് നേരം വഴറ്റി തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം തീയിൽ വെച്ച് 1-2 മിനിറ്റ് വഴറ്റി തേങ്ങയൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ഒരു 2 മിനിറ്റോളം വഴറ്റി തേങ്ങയൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ചേർത്താൽ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പാത്രത്തിൻ്റെ ചൂടിൽ കിടന്ന് കൂടുതൽ ഡ്രൈ ആവാതിരിക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി മാറ്റി വെച്ച ഗോതമ്പ് മാവിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത ചക്കപ്പഴവും നേന്ത്രപ്പഴവും ചേർക്കാം. നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത ശേഷം ചക്കച്ചുളകളെല്ലാം ഒരുമിച്ച് കൂടി ചേർന്നിരിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. പഴവും ചക്കയും കൂടി മാവിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പാകത്തിനുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത്. മാവിന് കുറച്ച് കട്ടി കൂടിപ്പോയത് കൊണ്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു സ്വാദിനായിട്ട് 3-4 ഏലക്ക പൊടിച്ച കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരത്തിന് വേണ്ട മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാനായി തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. വാഴയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത ശേഷം നമ്മൾ കുമ്പിളപ്പം തയ്യാറാക്കുന്ന പോലെ കുറച്ച് കുമ്പിളുണ്ടാക്കിയെടുക്കണം. വാഴയിലയ്ക്ക് പകരമായിട്ട് എടന്ന ഇല കിട്ടുമെങ്കിൽ അതുകൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഇല പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ആദ്യം തന്നെ തീയിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം സൈഡെല്ലാം നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പലഹാരം ആവിയിലൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ആവി പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് തിളപ്പിക്കാനായി വെക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്ത കുമ്പിളെല്ലാം ഒരു പാത്രത്തിലൊന്ന് നിരത്തി വെച്ച ശേഷം ഇത് നമുക്ക് ആവിത്തട്ടിലേക്കൊന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് 3-4 ടേബിൾ സ്പൂൺ വീതം എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവെല്ലാം എല്ലാത്തിലും ഒരേ അളവിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും ചേർന്ന മിക്സിൽ നിന്നും 1-2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് ആവി വന്ന് തുടങ്ങിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പലഹാരം പാകത്തിനൊന്ന് വെന്ത് കിട്ടും. വെന്തിട്ടുണ്ടോ എന്ന് സംശയമുള്ളവർക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് കുറച്ചൊന്ന് രുചിച്ച് നോക്കാവുന്നതാണ്.
ഗോതമ്പ് പൊടിയുടെ പച്ചയൊന്നുമില്ലെങ്കിൽ പാകത്തിന് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ചൂട് അറിയതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും ചക്കയെല്ലാം ചേർന്നിട്ടുള്ള വളരെ രുചികരമായ നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വളരെ സോഫ്റ്റായിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്